മാവുങ്കൽ റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് സാധാരണക്കാരെ വിസ്മയിപ്പിക്കുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തിയും കലാകായിക മേഖലകളിൽ മികവ് കാട്ടിയും തങ്ങളുടെ പരിമിതികളെ മറികടക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. ഭിന്നശേഷിയുള്ളവരാണെങ്കിലും പരിമിതികളും പരാധീനതകളുമല്ല ഈ വിദ്യാർത്ഥികളെ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമാക്കുന്നത്. മറിച്ച് എല്ലാ കുറവുകളെയും അതിജീവിച്ചും വിസ്മരിച്ചും ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങളാണ്. മറ്റുള്ളവർ പലരും തൊഴിലില്ലാതെ അലിയുമ്പോൾ സ്വയം പരിശീലിച്ച് ഇവരിൽ പലരും ഇന്ന് സ്വയം പര്യാപ്തരാണ്. രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നിന്നും സ്വയം തൊഴിൽ പഠിച്ചിറങ്ങി സ്വന്തമായി കുടുംബം പുലർത്തുന്നവർ വരെയുണ്ടെന്ന് പ്രധാന അധ്യാപിക പറയുന്നു. ഭിന്നശേഷിയുള്ള മക്കളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള വിവിധ പരിശീലന പരിപാടികളാണ് ഞങ്ങൾ റോട്ടറി സ്കൂളിൽ നൽകി വരുന്നത്. പ്രായപരിധികളില്ലാതെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടികളെയും മറ്റുള്ളവരുടെ സഹായം കൂടാതെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തി നേടിക്കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഓരോ കുട്ടിയെയും അസസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഏത് പരിശീലനമാണ് കൊടുക്കേണ്ടതെന്ന് വിലയിരുത്തിയതിന് ശേഷം അതിനുള്ള പരിശീലന പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. അത് വിവിധ ഘട്ടങ്ങളിലായി ഓരോ ക്ലാസ്സുകളിലേക്ക് ഏത് ക്ലാസ്സിലാണോ കുട്ടിക്ക് പരിശീലനം കൊടുക്കേണ്ടത് അതനുസരിച്ച് ഓരോ ക്ലാസ്സിലേക്ക് തിരിച്ച് അതിനുവേണ്ട പേപ്പർ വർക്കുകൾ നടത്തി അതിനുശേഷമാണ് പരിശീലന പരിപാടികൾ ആരംഭിക്കുന്നത്. കലാകായിക മേഖലകളിൽ ദേശീയതലത്തിൽ ശ്രദ്ധേയരായ താരങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിയുന്ന ഭിന്നശേഷിയുള്ള ഇത്തരം കുട്ടികളെ സ്വയം തൊഴിൽ പരിശീലിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ റോട്ടറി സ്കൂൾ നടത്തുന്നത്. ഓഫീസ് കവർ, മെഡിസിൻ കവർ, ഗ്രീറ്റിംഗ് കാർഡ്, ഫിനോയിൽ, പേപ്പർ ബാഗ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈ കുട്ടികൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇവ വിറ്റ് കിട്ടുന്ന പണം ബാങ്കിൽ നിക്ഷേപിച്ച് കുടുംബത്തിനും ഈ കുട്ടികൾ താങ്ങായി മാറുന്നു. പ്രായഭേദമന്യേയാണ് സ്കൂളിൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത്. കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കി അനുയോജ്യമായ തൊഴിൽ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തമാക്കുന്നതാണ് സ്കൂളിന്റെ രീതി. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ഇവരുടെ മികവ്. സ്കൂളിനോട് ചേർന്ന് ഇവർ വിളയിച്ചെടുത്ത പച്ചക്കറിത്തോട്ടം കൂടി കാണുമ്പോഴാണ് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഴിവും മികവും കഠിനാധ്വാനവും നമുക്ക് ബോധ്യമാവുന്നത്. തൊഴിൽ സംതൃപ്തി മാത്രം കണക്കിലെടുത്താണ് ഇവിടെ അധ്യാപകരെല്ലാം ജോലി ചെയ്യുന്നത്. ഒന്നിനും കഴിയാത്തവരെന്ന മുൻവിധിയോടെ മാറ്റി നിർത്തപ്പെടുന്ന ഇത്തരം കുട്ടികളെ പൊതുസമൂഹത്തിനാകെ മാതൃകയാക്കി മാറ്റുന്ന സ്കൂൾ അധികൃതരുടെയും ജീവനക്കാരുടെയും ഉദ്യമം എന്തുകൊണ്ടും പ്രശംസനീയം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.